അപ്പോൾ തേർഡ് പേജിൽ നമ്മളിപ്പം എം സൈൻ ഫൈയും എം കോസ് ഫൈയും നമ്മൾ എഴുതി. നൗ ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. എം സൈൻ ഫൈ ഡിവൈഡ് ബൈ എം കോസ് ഫൈ. അത് നമുക്ക് എന്താ കിട്ടുന്നത്? എമ്മും എമ്മും ക്യാൻസലായിപ്പോൾ സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് ടാൻ. സോ എം സൈൻ ഫൈ ഡിവൈഡ് ബൈ എം കോസ് ഫൈ ഈക്വൽ ടു ടാൻ ഫൈ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ബൈ ഒമേഗ സി ഇൻറ്റു ആർ. ഓക്കെ, അപ്പോൾ ടാൻ ഫൈ ഈക്വൽ ടു 1 ബൈ ഒമേഗ സി ആർ എന്ന് നമുക്ക് കിട്ടി. ഇനി എം സൈൻ ഫൈ ആൻഡ് എം കോസ് ഫൈ ഇതിനെ രണ്ടിനെയും ഈ രണ്ട് ടേംസിനെ ഈ രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. നമ്മളിതെല്ലാം RL ചെയ്ത പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് ഈസി ആയിട്ട് അതിന് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, RL പഠിച്ച് RC പറ്റും, ഇത് രണ്ടും അറിയാമെങ്കിൽ RLC. ഇതെല്ലാം നമ്മളൊരു സ്റ്റാർട്ടിങ് ഒരെണ്ണത്തിന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ എം സ്ക്വയർ കോസ് ഫൈ എം സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് എം സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കോസ് സ്ക്വയർ ഫൈവ് പ്ലസ് സൈൻ സ്ക്വയർ ഫൈവ് 1 ആണ്. അപ്പോൾ ഇതിന് എം സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ എം സ്ക്വയർ ഇൻറ്റു 1 എന്ന് വരും. Therefore m equal to v by root of r square plus 1 by omega c the whole square. അപ്പോൾ എമ്മിന് വാല്യൂ കിട്ടി. ഇങ്ങനെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ വി സ്ക്വയർ വി ആയി, താഴത്തെ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു റൂട്ടും കൂടെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എമ്മിന് വാല്യൂ കിട്ടി. ഈ എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഐ പി എഴുതുക. നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഐ പി ഈക്വൽ ടു v by root of m square plus 1 by omega c the whole square into cos omega t plus theta plus tan inverse 1 by omega cr. അപ്പോൾ ഐ പിയുടെ വാല്യൂ വരെ കിട്ടി. നൗ ഇനി നമുക്ക് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യണം. കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇൻ്റഗ്രലും കൂടെ കമ്പൈൻ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഐ ഈക്വൽ ടു ഐ സി പ്ലസ് ഐ പി ആണ്. അപ്പോൾ നമുക്ക് ഐ പി നമ്മൾ കണ്ടുപിടിച്ചു, കാൽക്കുലേറ്റ് ചെയ്തു. ഐ സി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഈക്വൽ ടു അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ പോവുകയാണ്. സോ ഐ ഈക്വൽ ടു സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ആർ സി. ഐ സിയുടെ ടേം കഴിഞ്ഞു. പ്ലസ് ഐ പി നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ച ടേമാണ് വി ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1 ബൈ ഒമേഗ സി ആർ. ഐക്കുള്ള എക്സ്പാൻഷൻ കിട്ടി വിത്ത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ആൻഡ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഇത് രണ്ടും ആഡ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഉള്ള കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് സി ആണ്. സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ നമ്മൾ RL സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തതുപോലെ ഇനിഷ്യൽ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ അറ്റ് ടി ഈക്വൽ ടു 0 ഐ ഈക്വൽ ടു വി കോസ് തീറ്റ ബൈ ആർ. ഇനിഷ്യൽ കണ്ടീഷന് കപ്പാസിറ്ററിന് റോളൊന്നുമില്ല. ഓക്കെ, സോ ഐ ഈക്വൽ ടു വി കോസ് തീറ്റ ബൈ ആർ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈ ഇക്വേഷൻ നമ്മൾ 7 ഡിനോട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 7th ഇക്വേഷൻ നമ്പർ 7 ഇൻ 6 ടോട്ടൽ ഐയുടെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഐ ഈക്വൽ ടു വി കോസ് തീറ്റ ബൈ ആർ. വി കോസ് തീറ്റ ബൈ ആർ ഈക്വൽസ് സി ഇ റൈസ് ടു മൈനസ് ടി എന്ന് പറയുമ്പോൾ 0 എടുക്കുമ്പോൾ ആ ടേം കംപ്ലീറ്റ്ലി 1 ആയി. സോ സി പ്ലസ് ബാക്കി ഐ പിയുടെ ടേംസിൽ ഒമേഗ ടി പോയി, കാര്യം ടി ഈക്വൽ ടു 0 ആണ്. സോ ആ ടേം 0 ആയിപ്പോയി. വി ബൈ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1 ബൈ ഒമേഗ സി ആർ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് സി കാൽക്കുലേറ്റ് ചെയ്യണം. ബാക്കി ടേംസ് എല്ലാം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. സോ സി ഈക്വൽ ടു വി ബൈ ആർ കോസ് തീറ്റ മൈനസ് വി ബൈ ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1 ബൈ ഒമേഗ സി ആർ. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി ഈ സിയുടെ വാല്യൂയും കൂടെ നമ്മൾ ഐയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്.
ഓക്കെ, നമ്മൾ സിക്സ്ത് ഇക്വേഷൻ അതിൽ സിയുടെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ ഐ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ഇൻറ്റു സി എന്നാണ്. സിക്ക് വരും സിയുടെ വാല്യൂ വി ബൈ ആർ കോസ് തീറ്റ മൈനസ് വി ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1 ബൈ ഒമേഗ സി ആർ. ഓക്കെ, അപ്പോൾ ഐ സി കംപ്ലീറ്റ് ആയി. ഇനിയുള്ള ഐ പിയുടെ പാർട്ട് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലസ് വി ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1 ബൈ ഒമേഗ സി ആർ. അപ്പോൾ നമുക്ക് സിനുസോയിഡൽ റെസ്പോൺസ് ഓഫ് ആർ സി സർക്യൂട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആർ സി സർക്യൂട്ടിൻ്റെ ഫൈനൽ ഇക്വേഷനാണ് ഈ കംപ്ലീറ്റ് സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ആർ സിയുടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രോബ്ലം നോക്കുകയാണ്. ഡിറ്റർമൈൻ ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ ദ കറണ്ട്. Given condition Vt equal to 50 cos 100t plus pi by 4, R equal to 10 ohm, C equal to 1 microfarad. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഗിവൺ കണ്ടീഷൻ. നമുക്ക് സർക്യൂട്ട് വരച്ചു. അതിൽ സ്വിച്ച് എസ് ഉണ്ട്, R 10 ohm ഉണ്ട്, 1 microfarad കപ്പാസിറ്റർ ഉണ്ട്, സപ്ലൈ വോൾട്ടേജ് 50 ഇൻറ്റു കോസ് 100t പ്ലസ് പൈ ബൈ 4. ഇതിൽ ഒമേഗയാണ് ഈ 100tയുടെ 100, പൈ ബൈ 4 ആണ് തീറ്റ. വി എന്ന് പറയുന്നത് 50, ആർ എന്ന് പറയുന്നത് 10 ohm, സി എന്ന് പറയുന്നത് 1 microfarad, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6. ഓക്കെ, അപ്പം യെസ്റ്റർഡേയും ഇതുപോലെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ഇതിന് ഞാൻ കുറച്ചും കൂടെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ KVL ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. ഓക്കെ, KVL ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് നമ്മൾ ഇന്നലെ എഴുതിയ പോലെ തന്നെയാണ്. 50 നമ്മൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് എഴുതിയല്ലോ. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ഈക്വൽ ടു ആർ ഐ പ്ലസ് 1 ബൈ സി ഇൻറ്റഗ്രൽ ഐ ഡി ടി. അതുപോലെ തന്നെ വി കോസ് ഒമേഗ ടി പ്ലസ് തീറ്റയ്ക്ക് പകരം ഇവിടെ 50 ഇൻറ്റു കോസ് 100t പ്ലസ് പൈ ബൈ 4 ഈക്വൽ ടു ആർ ഐ. അപ്പോൾ ഇവിടെ എന്താ? ആറിന് 10 ആയി പ്ലസ് 1 ബൈ സി ഇൻറ്റഗ്രൽ ഐ ഡി ടി എന്നാണ്. 1 ബൈ സിക്ക് വരാം 1 ബൈ 1 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6 ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഡി ടി. ഓക്കെ, ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. അവിടെ നമ്മൾ എടുത്തു എന്താ? ആർ ഡി ഐ ബൈ ഡി ടി പ്ലസ് ഐ ബൈ സി ഈക്വൽസ് മൈനസ് വി ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. അത് ഫസ്റ്റ് പേജിൽ നോക്കിയാൽ നമുക്ക് കാണുന്നതാണ്. ഓക്കെ, അതുപോലെ അതിന് ആറ് വരുന്നിടത്തെല്ലാം ഇവിടെ നമുക്ക് ഗിവൺ വാല്യൂ കൊടുക്കുക, സി വരുന്നിടത്തെല്ലാം ഗിവൺ വാല്യൂ കൊടുക്കുക, ഒമേഗയ്ക്ക് വാല്യൂ അറിയാം, തീറ്റയ്ക്ക് വാല്യൂ അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി ഐ ബൈ ഡി ടി എന്നുള്ളൊരു ഫോമുല കിട്ടി. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. നമുക്കത് ക്യാപിറ്റൽ ഡി ആ ടേംസിൽ നമ്മൾ എഴുതുന്നു. ഓക്കെ, അതപ്പോൾ എങ്ങനെ എഴുതും? ഡി പ്ലസ് നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ ചെയ്ത ഡി പ്ലസ് 1 ബൈ ആർ സി ഇൻറ്റു ഐ. ഇവിടെ ആറിനും സിക്കും നമുക്ക് വാല്യൂ അറിയാം. സോ ഡി പ്ലസ് 1 ബൈ ആർ ഇൻറ്റു സി, ആറിൻ്റെ 10, സിയുടെ 10 റേസ് ടു മൈനസ് 6 ഇൻറ്റു ഐ ഈക്വൽ ടു നമുക്ക് വി അവിടെ വരുന്ന വി ഒമേഗ ഉണ്ടായിരുന്നു, വി മൈനസ് വി ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. അത് നമ്മൾ ഇതുപോലെ ഇവിടെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ദെൻ സ്റ്റെപ്പ് നമ്പർ 2, കാൽക്കുലേറ്റ് ഐ സി ആൻഡ് ഐ പി. ഐ സിക്ക് നമുക്ക് ഫോർമുല അറിയാം. ഓക്കെ, എന്താണ്? ഐ സി ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ആർ സിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു വാല്യൂ കിട്ടും. ഐ പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് എ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ പ്ലസ് ബി സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. അപ്പോൾ ഐ പി കിട്ടി. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐ പിയുടെ വാല്യൂ നമുക്കറിയാം. നമ്മൾ ഓൾറെഡി ഐ പിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാ? ഇവിടെ ഇക്വേഷൻ നമ്പർ ഏതായിരുന്നു ഐ പിയുടെ വാല്യൂ? നമ്മൾ ഇക്വേഷൻ കൊടുത്തില്ല. ഐ പിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 6ന് മുകളിൽ നമ്മൾ ഐ ഈക്വൽ ടു ഐ സി പ്ലസ് ഐ പി എന്ന് എഴുതി തന്നെ തൊട്ട് മുകളിൽ നമുക്ക് ഐ പിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഐ പിയുടെ വാല്യൂ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐ പിക്ക് ഒരു വാല്യൂ കണ്ടുപിടിച്ചു. അടുത്ത് നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ സൊല്യൂഷൻ എഴുതി.
അതിൽ നിന്ന് സി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് സി കാൽക്കുലേറ്റ് ചെയ്യുന്നു. സിനൊരു വാല്യൂ കിട്ടി. ഈ ഫൈനൽ ഇക്വേഷൻ നമ്മൾ I = IC + IP അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ ദ കറണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.